ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. സ്വാമി പറഞ്ഞതുപോലെ ഗോപിനാഥിനെ കൊണ്ട് ചടങ്ങുകൾ ചെയ്യിപ്പിക്കുകയാണ് പാർവതിയും വിശാലും. എന്നാൽ പ്രഭാവതിക്ക് ആ വലയത്തിൽ നിന്നും അനങ്ങാൻ സാധിക്കുന്നില്ല. പ്രഭാവതിക്ക് അതുകൊണ്ട് തന്നെ ഗോപിനാഥിനെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കാനും കഴിയുന്നില്ല. അതിൻ്റെ ഒരു വിഷമവും ദേഷ്യവും ഒക്കെ പ്രഭാവതിയുടെ മുഖത്ത് കാണുന്നുണ്ട്. ഇനി വിശാൽ സാർ അച്ഛനെയും അരികിലിരിക്കുന്ന അമ്മയും വണങ്ങിക്കോളൂ എന്ന് പാർവതി വിശാലിനോട് പറയുന്നു. എല്ലാവരും ആ സോഫയിലേക്ക് നോക്കുന്നു. അവിടെയെങ്കിലും ആരെയും കാണുന്നില്ല. പാർവതിക്ക് മാത്രമേ ഗായത്രി അമ്മയെ കാണാൻ സാധിക്കൂ. ഒടുവിൽ ഗോപിനാഥിനെ അവിടേക്ക് കൊണ്ടിരുത്തുകയാണ് ഇവർ രണ്ടുപേരും കൂടി. എന്നിട്ട് രണ്ടുപേരെയും പാർവതിയും വിശാലും കൂടി വണങ്ങുന്നു. രണ്ടുപേരും മനസ്സ് നിറഞ്ഞ് ഇവരെ ഇരുവരെയും അനുഗ്രഹിക്കുന്നു. എനിക്ക് സന്തോഷമായി മോളെ, എന്റെ ആഗ്രഹം സഫലമായി, ഞാൻ മടങ്ങുകയാണ് എന്ന് ഗായത്രി പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. വിശാലിനോട് പാർവതി പറയുന്നു, വിശാൽ സാർ ദേവമ്മ ഇവിടെ വന്ന് എല്ലാം കണ്ട് സന്തോഷത്തോടെ മടങ്ങിക്കഴിഞ്ഞു ആണോ എന്ന് സന്തോഷത്തോടെ വിശാൽ ചോദിക്കുന്നുണ്ട്. എല്ലാവരും അവിടെ ഇവിടേക്ക് നോക്കുന്നുണ്ടെങ്കിലും അവർക്ക് ഒന്നും കാണാൻ സാധിക്കില്ലല്ലോ. നേരിട്ട് കാണാൻ സാധിച്ചില്ലെങ്കിലും അമ്മയുടെ സാമീപ്യം ഞാനും അറിഞ്ഞു പാർവതി എന്ന് വിശാൽ പറഞ്ഞപ്പോൾ സുശീലയോട് പതിയെ ജാസ്മിൻ പറയാണ്, ആന്റി ഇവള് പറഞ്ഞത് കേട്ടപ്പോ ശരിക്കും ഗായത്രി അമ്മ ഇവിടെ വന്നതുപോലെയാണല്ലോ. മറ്റുള്ളവരെ പോലെ നീയും പാർവതി വിശ്വസിക്കാൻ തുടങ്ങിയോ എന്ന് ദേഷ്യത്തോടെ ജാസ്മിനോട് ചോദിക്കുകയാണ് സുശീല. എന്നാൽ അവിടെ വലിയൊരു ദുരന്തം സംഭവിക്കാൻ പോകുന്നു. ശേഖർ പ്രഭാവതിക്ക് വേണ്ടി ഒരു വലിയ ദുരന്തം തന്നെ ഒപ്പിച്ചു വെച്ചിരിക്കുകയാണ്. മറ്റാരും കാണാതെ തന്നെ പ്രതാപൻ സ്വാമിജിയുടെ അരികിലേക്ക് ചെന്നിട്ട് പതുക്കെ പറയുന്നുണ്ട്, സ്വാമിജി പറഞ്ഞത് മനസ്സിലായല്ലോ, എങ്ങനെയെങ്കിലും പാർവതിയെക്കുറിച്ചുള്ള സത്യം അറിയണം, ഓർമ്മയുണ്ടെന്ന് സ്വാമിയും പറയുന്നു. ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം, തൽക്കാലം ഒന്ന് കാത്തു നിൽക്കുക എന്നും സ്വാമി പറയുന്നുണ്ട്. എല്ലാവരും ഇവരെ ശ്രദ്ധിക്കുന്നു. ആ സമയം അവിടേക്കൊരു പോലീസ് ജീപ്പ് പോകുന്നു. ഗോപിനാഥിന്റെ വീട്ടിൽ ആ സ്കൂട്ടർ ഇരിക്കുന്നത് ഇവർ കാണുന്നുണ്ട്. ഒരു കള്ളനെ തപ്പി ഇറങ്ങിയതായിരുന്നു ഇവര്. കള്ളനെ ഫോളോ ചെയ്തായിരുന്നു ഈ പോലീസ് വന്നിരുന്നത്. വിശാലും പാർവതിയും ഇവിടെ വരുമെന്ന് സ്വാമി പറയുന്നുണ്ട്. അതുപോലെ പാർവതിയും വിശാലും അനുസരിച്ചു. നിങ്ങൾ രണ്ടുപേരും എന്റെ മുന്നിൽ നിൽക്കണം, പൂജ തീരുന്നത് വരെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ നനങ്ങാൻ പാടില്ല എന്നും പറഞ്ഞപ്പോൾ വിജയമ്മ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് സ്വാമിജി ഇങ്ങനെ ഒരു ചടങ്ങ്? പൂജ കഴിയട്ടെ എന്നിട്ട് പറയാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതേസമയം ആ കള്ളൻ അതുവഴി വരുന്നുണ്ട്. ജനലിൽ കൂടി അകത്തേക്ക് നോക്കുകയാണ് ആ കള്ളൻ. ഇതേസമയം സ്വാമി ഒരു വെറ്റിലെടുത്ത് അതിൽ നീല കളറിലെ എന്തോ ഒരു സാധനം തേക്കുന്നുണ്ട്. എന്നിട്ട് പൂജയും ചെയ്യുന്നു. എല്ലാവരും സംശയത്തോടെ ഇരിക്കുന്നുണ്ട് ഇത് എന്തിനാണെന്ന്. എന്നിട്ടത് പാർവതിയുടെ തലയുടെ മുകളിൽ വെച്ചിട്ട് എന്തൊക്കെയോ മന്ത്രം ചൊല്ലുന്നു. പാർവതിയുടെ ആ മനക്കണ്ണ് സ്വാമിക്ക് കാണാൻ സാധിച്ചു. ഇവൾ ഭാവികാലം പറയാൻ ശക്തിയുള്ള ഒരു പെൺകുട്ടി തന്നെയാണ്. വരുംകാല ആപത്തുകൾ മുൻകൂട്ടി കാണാൻ ഇവൾക്ക് സാധിക്കും. അത് പ്രഭാവതിയെ അറിയിക്കണം. പ്രഭാതിയെ മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും അറിയിക്കണം എന്നെ സ്വാമി മനസ്സിൽ വിചാരിച്ചിട്ട് പാർവതിയോട് പറയുന്നു, മോളെ നീ പുണ്യം ചെയ്ത ജന്മമാണ്. നിനക്ക് നീ ഉപാസിക്കുന്ന ഉദയനൂരമ്മയുടെ അനുഗ്രഹം വേണ്ടുവോളം ഉണ്ട്. ഈ സമയം ആ കള്ളൻ ജനലിൽ കൂടി ഒരു തോക്കെടുത്ത് പാർവതിയാണോ ഇനി മറ്റാരെങ്കിലുമാണോ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നിൽ കൂടി വന്ന് പോലീസ് അയാളെ പിടിച്ചു. വീണ്ടും സ്വാമി പറയുന്നുണ്ട് പാർവതിയെക്കുറിച്ച് സൗഭാഗ്യവതിയാണെന്ന്. അത് മാത്രമല്ല നിനക്ക് കുറച്ച് പ്രത്യേകതകൾ കൂടിയുണ്ടെന്നും പറയുന്നു. ഈ സമയം രണ്ടുപേരും കൂടി തോക്കിന് വേണ്ടി മല്ലടിക്കുന്നു. എന്നാൽ ആ സമയം ആ ജനലിൽ കൂടി ആ സ്വാമിക്ക് വെടിയേറ്റു. അതും നെറ്റിയിൽ തന്നെ. ഈ ഒരു കാഴ്ചയായിരുന്നു പാർവതി മനക്കണ്ണിൽ കണ്ടത്. എല്ലാവരും ഞെട്ടലോടെ നിൽക്കുന്നു. ബാക്കി സ്വാമിജി പറയാൻ തുടങ്ങിയപ്പോഴാണ് ഈ ഒരു സംഭവം. ഉടൻ ആ സ്വാമി അവിടെ മരിച്ചു വീണു. പോലീസ് അയാളെ എടുത്തിട്ട് അടിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ എന്താ നടന്നത് എന്നറിയാതെ എല്ലാവരും ഞെട്ടി നിൽക്കുന്നു. അദ്ദേഹം എല്ലാവരുടെ മുന്നിലും ആ കള്ളനെ കൊണ്ടിട്ടിരിക്കുകയാണ്. അത് കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുന്നു. ഈ ജാസ്മിന്റെ ഒരു ഫ്രണ്ടായിരുന്നു ഇയാൾ. ഇവരാണ് ഗോഡൌണിൽ വെച്ച് പാർവതിയെ കൊല്ലാനായി ആളെ ഏർപ്പാടാക്കിയത്. കുറച്ചു നേരമായി ഇവനെ പിടികൂടാനായിട്ട് ഞാൻ ഇവന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. ഇത്തിരി നേരം മുമ്പേ ഇവൻ എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഈ ദുരന്തം ഒഴിവാക്കാമായിരുന്നു എന്നും പറഞ്ഞിട്ട് ആ പോലീസ് സ്വാമിയുടെ കയ്യിൽ പിടിച്ചു നോക്കുന്നുണ്ട്. അദ്ദേഹം മരിച്ചു എന്ന് ഉറപ്പാക്കി. സാർ ഇവനെ വെറുതെ വിടരുത്, ഇവനെ പരമാവധി അനുഭവിക്കാനുള്ള ശിക്ഷ എഴുതി വേണം ഇവനെ കോടതിയിൽ എത്തിക്കേണ്ടതെന്ന് വിശാൽ. വേണ്ട നടപടികൾ ഞങ്ങൾ ചെയ്യും വിശാൽ. ഈ മർഡറിനൊപ്പം നിങ്ങൾ നടത്തിയ കംപ്ലൈന്റിനനുസരിച്ചുള്ള വകുപ്പുകളും ചേർത്തും. ഇത് കേട്ട് പാർവതി പറയുന്നുണ്ട്, അരവിന്ദൻ സാർ അത് മാത്രം പോരാ, ഇയാൾ മാത്രമല്ല ഈ കുറ്റകൃത്യങ്ങൾക്ക് പിന്നിൽ. ഇയാൾക്ക് പിന്നിൽ വേറെയും ചിലരുണ്ടാവും, അയാളെ കണ്ടെത്തണം സാർ എന്ന് പാർവതി പറഞ്ഞപ്പോൾ എല്ലാവരും ഞെട്ടി നിൽക്കുന്നു. എല്ലാവരും അല്ല, ജാസ്മിനും പ്രഭാവതിയും പ്രതാപനും. ഇവന് പിന്നിൽ പ്രവർത്തിച്ച സകലരുടെയും പേര് ഇവന്റെ നാവിന് തന്നെ ഞാൻ വെളിച്ചതാക്കിയിരിക്കും. ഇവനെ കൊണ്ടുപോയിക്കോളൂ സാർ. അതുപോലെ തന്നെ ഈ ബോഡി ഇവിടെ നിന്നും നീക്കം ചെയ്യണമെന്നും വിശാൽ പറയുന്നു. ഞാൻ സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് പോലീസിനെ ഇങ്ങോട്ടേക്ക് അയക്കാം, അവര് വന്ന് വേണ്ടത് ചെയ്തോളും. തൽക്കാലം ഞാൻ ഇപ്പോൾ ഇവനെ കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞ അരവിന്ദൻ ആ കള്ളനെ കൊണ്ടുപോയി. പാർവതി മനസ്സിൽ വിചാരിക്കുന്നു, ഞാൻ മുന്നറിയിപ്പ് തന്നതല്ലേ, അത് കേട്ട് അപ്പോൾ തന്നെ ഇവിടുന്ന് പോയിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നില്ലേ. ശേഷം കാണിക്കുന്നത് ജാസ്മിനും പ്രഭാവതിയും പ്രതാപനും സംസാരിക്കുന്നുണ്ട്. ജാസ്മിനോട് പ്രഭാവതി ദേഷ്യത്തോടെ ചോദിക്കുന്നു, ജാസ്മിൻ നീ എന്ത് അബദ്ധമായി കാണിച്ചത്? നീ എന്തിനാ രാഹുലിനെ ഇവിടെ വിളിച്ചു വരുത്തിയത്? അതും പൂജ നേരത്ത്.
പാർവതി തീർക്കാനായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നു, എന്നിട്ട് എന്തായി? പാർവതിയെ ലക്ഷ്യം വെച്ചിട്ട് തീർത്തതോ ആ സ്വാമിയെ? ജാസ്മിൻ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ എന്നോട് ആലോചിക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുതെന്ന്? ജാസ്മിൻ പറയുന്നു, ആ രാഹുലിന് ഉന്നം പിഴകുമെന്ന് ഞാൻ കരുതിയോ? ഉന്നം പിഴച്ചത് മാത്രമോ, അതെല്ലാം അവര് പോലീസിന്റെ പിടിയിലാവുകയും ചെയ്തില്ലേ എന്ന് പ്രതാപനും. ജാസ്മിൻ, പോലീസിന്റെ തള്ളു കിട്ടുമ്പോൾ രാഹുൽ നിന്റെ പേര് പറഞ്ഞാ എന്ത് ചെയ്യും എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് ജാസ്മിൻ. രാഹുൽ നിന്റെ പേര് പറഞ്ഞാൽ നീ ജയിലിലാവില്ലേ എന്ന് പ്രതാപൻ ചോദിക്കുന്നുണ്ട്. മറുപടിയില്ലാതെ നിൽക്കുകയാണ് ജാസ്മിൻ. പോലീസിന്റെ ഇടികൊള്ളുമ്പോൾ അവൻ തത്ത പറയുന്നത് പോലെ നിന്റെ പേര് പറയാനാണ് ചാൻസ്. അത് കേട്ട് ജാസ്മിൻ പറയുന്നു, അങ്ങനെ അവൻ എന്റെ പേര് പറഞ്ഞാൽ എനിക്കിങ്ങനെ അകത്ത് പോവേണ്ട സിറ്റുവേഷൻ വന്നാൽ ഞാൻ തനിച്ചായിരിക്കുന്നില്ല അകത്ത് പോകുന്നത്, കൂടെ നിങ്ങളും കാണും. അത് കേട്ട് ടെൻഷനോടെ പ്രഭാവതി ചോദിക്കുന്നുണ്ട്, ഞങ്ങളെന്തിനകത്ത് പോകുന്നത്? രാഹുൽ നിന്റെ ഫ്രണ്ടല്ലേ, അവനെ അറേഞ്ച് ചെയ്തത് നീയല്ലേ? പാർവതിയെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തതും നീയല്ലേ? നീയും രാഹുലും തമ്മിലുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് എന്താ പങ്കെന്ന് പ്രതാപൻ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ പങ്കെന്ന് പോലീസിന് ഞാൻ മൊഴി കൊടുത്തോളാം. തെളിവുകൾ പോലീസിന് കിട്ടുമ്പോൾ നിങ്ങൾ എന്തളവ് പ്രയോഗിച്ച് പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് എനിക്കൊന്ന് അറിയണം. അതെ, അങ്കിളും ആന്റിയും ഒന്ന് മനസ്സിലാക്കണം. ഈ ജാസ്മിന്റെ ബുദ്ധിയെ നിങ്ങൾ അളക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നിടത്തെ ഞാൻ പ്രവർത്തിച്ചു തുടങ്ങും. രാഹുല് പോലീസിന്റെ അടുത്ത് വാതുറക്കാതെ ഞാൻ നോക്കിക്കോളാം. ഇനി അഥവാ എന്തെങ്കിലും എനിക്കെതിരെ പറഞ്ഞാലും അതൊന്നും പോലീസിന്റെ റെക്കോർഡിൽ വരാതെ ഞാൻ നോക്കിക്കോളാം. പക്ഷേ നിങ്ങൾ എന്നെ ഒറ്റാൻ ശ്രമിക്കരുത്. ശ്രമിച്ചാൽ നിങ്ങൾ മഴയെണ്ണം. അത് പറഞ്ഞ് ജാസ്മിൻ അവിടെ നിന്ന് പോയപ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് പ്രഭാവതിയും പ്രതാപനും. പ്രതാപ, അവളിപ്പോ നമ്മളെ ഭീഷണിപ്പെടുത്തി തുടങ്ങിയല്ലോ. അവളിപ്പോ പഴയ ജാസ്മിൻ അല്ല. അവളെ നമ്മൾ സൂക്ഷിക്കണമെന്ന് പ്രഭാവതി പറയുന്നുണ്ട്. ചേച്ചി സമാധാനമായിട്ടിരിക്കെ, അവളെ പൂട്ടാനുള്ള ഒരു വഴി ഞാൻ കണ്ടുപിടിച്ചിരിക്കും. അതിനു മുമ്പ് അവൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ആ തെളിവുണ്ടല്ലോ, അത് നമുക്ക് പൊക്കണോ എന്ന് പ്രതാപൻ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് തന്റെ മുറിയിലുള്ള കുറെ ബുക്സൊക്കെ അടുക്കി വെക്കുകയാണ് പ്രഭാവതി. കട്ടിലിൽ ആ ബുക്സൊക്കെ നിരന്ന് കിടക്കുന്നു. അതിൽ നിന്നും ഒരു ഫോട്ടോ താഴെ വീഴുന്നുണ്ട്. അതുവഴി വന്ന ഗാർഗി ആ ഫോട്ടോ കാണുന്നു. ആ ചിത്രത്തിൽ ശേഖറും പ്രഭാവതിയും വിനയനും വിപിന്റെയും കുഞ്ഞിലത്തെ ഫോട്ടോസാണ്. ആ ഫോട്ടോ ഗാർഗി എടുക്കുന്നുണ്ട്. എന്നാൽ ഇത് പ്രഭാവതി കാണുന്നില്ല. ഇപ്പോൾ ഗാർഗിക്ക് കിട്ടിയത് ഒരു വലിയ തുമ്പാണ്. പ്രതാപൻ അവിടേക്ക് വന്നിട്ട് എന്താ ഗാർഗി എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ആ ഫോട്ടോ പിന്നിൽ ഒളിപ്പിക്കുകയാണ് ഗാർഗി. ഒന്നുമില്ലെന്ന് ഗാർഗി പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, ഗാർഗി അരിങ്ങ് തന്നെ നോക്കട്ടെ. ഇല്ല, ഞാൻ തരില്ല എന്ന് ഗാർഗി. തരാനാ പറഞ്ഞത് എന്ന് പറഞ്ഞ് ഗാർഗിയുടെ കയ്യിൽ നിന്നും പ്രതാപൻ അത് വാങ്ങിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആ ഫോട്ടോസും കൊണ്ട് ഗാർഗി ഓടി. എന്താ നീ കാണിക്കുന്നത് എന്ന് പ്രഭാവതി പ്രതാപനോട് ചോദിച്ചപ്പോൾ പ്രതാപൻ പറയുന്നു, ചേച്ചിയും ആ ശേഖരം നിൽക്കുന്ന പഴയൊരു ഫോട്ടോയാണ്. അത് കേട്ട് വീണ്ടും ഞെട്ടി നിൽക്കുകയാണ് പ്രഭാവതി. അയ്യോ, ആ ഫോട്ടോയോ? എടാ, അത് ആരെങ്കിലും കണ്ടാൽ കുഴപ്പമാവില്ലേ എന്ന് ചോദിക്കുന്നു. പ്രതാപ, നീ ആ ഫോട്ടോ എത്രയും പെട്ടെന്ന് തന്നെ അവളിൽ നിന്നും പിടിച്ചു വാങ്ങണം. എടാ, നിനക്ക് അപ്പം തന്നെ അത് പിടിച്ചു വാങ്ങിയ പോരായിരുന്നോ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി താഴേക്ക് പോകുന്നുണ്ട്. ഇതേ സമയം വിശാലിനെയും പാർവതിയും കാണിക്കാൻ വേണ്ടി ഗാർഗി താഴേക്ക് ഓടി വരുന്നു. വിശാലും പാർവതിയും താഴെ തന്നെ ഇരിപ്പുണ്ട്. പാർവതി എന്ന് വിളിച്ചുകൊണ്ടാണ് ഗാർഗി വരുന്നത്. നീ ഇതൊന്ന് നോക്കിയേ, ചെറിയ പ്രായത്തിൽ നമ്മുടെ പ്രഭാവതിയമ്മയെ കാണാൻ എങ്ങനെയുണ്ടായിരുന്നെന്ന് എന്ന് പറഞ്ഞ് ഗാർഗി ആ ഫോട്ടോ പാർവതിയെ കാണിക്കുന്നുണ്ട്. ആ ചിത്രം പാർവതിയും കണ്ടു. ഇതിൽ പ്രഭാവതിയമ്മയും വിനയനെയും വിപിനെയും മനസ്സിലായി. പക്ഷെ അമ്മയുടെ കൂടെ ഇരിക്കുന്ന ആളിനെ അത്രത്തോളം വ്യക്തമായില്ല എന്ന് ഗാർഗി പറയുന്നു. എവിടെ ആ ഫോട്ടോ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് വിശാൽ ആ ഫോട്ടോ കാണുന്നുണ്ട്. ഇത് വിശാലും പാർവതിയും കാണുന്നു. ആ ഫോട്ടോ കണ്ട് വളരെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് വിശാൽ. ഇതയാളാണ് ആ ദുഷ്ടൻ, എന്റെ അമ്മയെ കൊന്നവൻ, ആ ചന്ദ്രശേഖർ എന്നൊക്കെ വിശാൽ പറയുന്നു. പ്രഭാവതി എവിടേക്ക് വന്നു. എന്റെ അമ്മയെ കൊന്നവനാണ് നിങ്ങളോടൊപ്പം ഈ ഫോട്ടോയിൽ ഇരിക്കുന്നത്. ഇവന് നിങ്ങളുമായിട്ട് എന്താ ബന്ധം? ഒരു ബന്ധമില്ലെങ്കിൽ പിന്നെ നിങ്ങളോടൊപ്പം അയാൾ ഇരിക്കില്ലല്ലോ. ശേഖർ ഇത് കാണുന്നു. ഒന്നും മിണ്ടാതെ പ്രഭാവതി നിന്നപ്പോൾ വീണ്ടും വിശാൽ ചോദിക്കുന്നുണ്ട്, അമ്മേ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ഈ ഫോട്ടോയിൽ അമ്മയോടൊപ്പം ഇരിക്കുന്ന ചന്ദ്രശേഖരുമായിട്ട് അമ്മയ്ക്ക് എന്താ ബന്ധമെന്ന്. ഇന്നത്തോടെ എല്ലാ കള്ളങ്ങളും പൊളിയും. വിശാൽ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കുമെന്ന് ശേഖർ വിചാരിക്കുന്നു. ചന്ദ്രശേഖർ എന്ന പിശാചുമായിട്ട് അമ്മയ്ക്ക് എന്താ ബന്ധമെന്ന് വളരെ ദേഷ്യത്തോടെ വിശാൽ ചോദിച്ചപ്പോൾ മറുപടിയില്ലാതെ പ്രഭാവതി നിൽക്കുന്നു. എനിക്കത് അറിയണം. എല്ലാ സത്യങ്ങളും എല്ലാ രഹസ്യങ്ങളും എന്നോട് അമ്മ തുറന്ന് പറയണം. പറഞ്ഞേ തീരൂ. പറയാതെ ഞാൻ വിടില്ല എന്നും വിശാൽ വളരെ ദേഷ്യത്തോടെ തന്നെ പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട്. ഒരു കള്ളം മെനഞ്ഞെടുക്കാൻ ശ്രമിക്കുകയാണ് പ്രഭാവതി. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.